നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വന്ദേ മാതരം. ഏവർക്കും രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യദിന ആശംസകൾ ഭാരത് ലൈവിൻ്റെ ഭാഗത്തു നിന്നും. നമസ്കാരം. നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ഇത്തരമൊരു വാർത്തയും ചർച്ച ചെയ്യുന്നതിൽ അല്പം വിഷമമുണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ എന്തൊക്കെയോ ചീഞ്ഞു കയറുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും വീണ്ടും വാഴട്ടോണം ആർ സുഗതൻ്റെ ജാമ്യാപേക്ഷയിൽ വീണ്ടും എന്തോ പ്രശ്നമുണ്ട്, തദ്ദേശ മന്ത്രി ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചോ, വീണ്ടും അദ്ദേഹം കൊടുത്ത അദ്ദേഹത്തിന് ആർ സുഗതനെ കൗൺസിലറായി അവധി കൊടുത്തല്ലോ, ഈ അവധി തദ്ദേശ മന്ത്രി റദ്ദാക്കിയോ അങ്ങനെയൊക്കെയാണ്. അതൊന്നുമല്ല, ഇതിപ്പോൾ പ്രതിപക്ഷത്താണ്. പക്ഷേ ഒരൊറ്റ പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ഈ കിടന്ന് കളിക്കുന്ന, ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം, അത് UDF ആയാലും LDF ആയാലും അവർക്കെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ വോട്ടിൻ്റെ കുറവാണുള്ളത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയെങ്കിലും BV രാജേഷിൻ്റെ BJP ഭരണസമിതിയെ മലർത്തി അടിക്കാനുള്ള ചില ശ്രമങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൊണ്ട് മറിഞ്ഞിരിക്കുന്നു. LDFൽ കടുത്ത തർക്കങ്ങൾ, പ്രതിസന്ധികൾ, കസേരയെടുത്തടി, തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, അങ്ങനെ ചില കൗൺസിലർമാരെയൊക്കെ, ഇടത് കൗൺസിലർമാരെ അവർ തന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു മൂലക്കിരിക്ക് അല്ലെങ്കിൽ കടക്ക് പുറത്ത് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. ഇത് എത്രത്തോളം ഭൂഷണമാണെന്ന് പ്രതിപക്ഷവും കൂടി ഓർക്കണം. കാരണം അവർ ഒരുപാട് വലിച്ചു നീട്ടിയ ചില തത്വങ്ങളും ന്യായങ്ങളും ഒക്കെ പറഞ്ഞ് നഗരസഭയിലെ രാജേഷിൻ്റെ ഭരണത്തെയൊക്കെ പിടിച്ചു താഴെ ഇറക്കാൻ, രാജേഷിനെയും കൂട്ടരെയൊക്കെ പിടിച്ച് താഴെ ഇറക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ ഇത്തവണയും സാധിച്ചില്ല. അതുപോലെ തന്നെ അവിശ്വാസം പാസ്സായില്ല. സുഗതൻ്റെ അവധി അപേക്ഷ അത് നല്ല ഭൂരിപക്ഷത്തോടെ പാസ്സായി. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും CPMൻ്റെ ശക്തി പ്രതീക്ഷയായിട്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രശാന്ത്ജി, വന്ദേ മാതരം. വന്ദേ മാതരം. ഇത്തരമൊരു അവസ്ഥ അതെങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഇതിപ്പോൾ ഏറ്റവും പുതിയ ഒരു നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഭരണപക്ഷത്തിനല്ല, അത് പ്രതിപക്ഷത്തിനാണ്. അതായത് 29 കൗൺസിലർമാരാണ് LDFനുള്ളത്. 29 കൗൺസിലർമാരിൽ മുടവൻമുകൾ കൗൺസിലർ CPMന്, CPIക്ക് വളരെ കുറച്ചേ ഉള്ളൂ. CPMൻ്റെ കൗൺസിലർമാരിൽ മുടവൻമുകൾ കൗൺസിലർ ഗോപകുമാർ രാജിഭീഷണി മുഴക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ മുടവൻമുകളിൽ നിന്ന് ജയിച്ച കൗൺസിലറായിരുന്നു. ഇക്കുറി ഈ ഗോപകുമാർ, ഈ ആര്യ രാജേന്ദ്രൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. മേയർ എന്നുള്ള നിലയിൽ, കൗൺസിലർ എന്നുള്ള നിലയിലൊക്കെ ആര്യ രാജേന്ദ്രൻ തികഞ്ഞ പരാജയമായിരുന്നു. അത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ആര്യ രാജേന്ദ്രൻ കാരണം LDFനും CPMനും എന്ത് ദോഷമാണുണ്ടായത്, അത് ഈ തിരുവനന്തപുരം നഗരസഭ ഭരണം നഷ്ടപ്പെടുന്നതിലേക്ക് എങ്ങനെ എത്തി, ഒപ്പം തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമമണ്ഡലത്തിൽ പെടുന്നതാണ് ഈ വാർഡ്. ആ നേമമണ്ഡലത്തിൽ ശിവൻകുട്ടി എങ്ങനെ തോറ്റു എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരം ഈ ആര്യ രാജേന്ദ്രൻ്റെ 5 വർഷത്തെ പെർഫോമൻസിലുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ അത്രയും അവിടെയൊക്കെ അന്ന് മുടവൻമുകൾ വാർഡിൽ ആര്യ രാജേന്ദ്രനായിരുന്നു അവിടുത്തെ കൗൺസിലറും പിന്നെ മേയറും ആയിരുന്നെങ്കിൽ ആ വാർഡിലെ ജനങ്ങളെ ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഈ ഗോപകുമാറായിരുന്നു. കാരണം അദ്ദേഹം ഏറെ ജനസമ്മതനായ. അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ഗോപകുമാർ വളരെ ജനകീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ മേന്മ കൊണ്ട് ഈ കുറി 2025 അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുടവൻമുകളിൽ നിന്ന് ഗോപകുമാറാണ് മത്സരിച്ച് ജയിച്ചു വന്നത്. അത് നിസ്സാര വോട്ടുകൾക്കല്ല, 2900 ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. മറ്റാര് നിന്നാലും തോറ്റുപോകുമായിരുന്നു. അപ്പോൾ വമ്പിച്ച ജനകീയ അടിത്തറയുള്ള ഒരു നേതാവാണ് ഗോപകുമാർ. കാരണം പാർട്ടിക്കും ആര്യ രാജേന്ദ്രനും ഒക്കെ എതിരെ തിരുവനന്തപുരം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ആഞ്ഞടിച്ച തരംഗം പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ സ്വന്തം വാർഡായ മുടവൻമുകളിൽ ആഞ്ഞടിച്ചില്ല. അതിന് കാരണം ഗോപകുമാറാണ്. ആ ഗോപകുമാറാണ്. മാത്രമല്ല, വ്യത്യാസം നോക്കണം. ഗോപകുമാറിന് കിട്ടിയ ഭൂരിപക്ഷം ഇത്രയുമാണ്. പക്ഷേ നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ശിവൻകുട്ടിക്ക് കിട്ടിയ ഭൂരിപക്ഷം, ഈ വാർഡിൽ നിന്ന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം കേട്ടാൽ നമ്മൾ ചിരിച്ചു മണ്ണ് കപ്പും. 5 വോട്ടാണ്, വെറും 5 വോട്ട്. അപ്പോൾ എത്ര ഭീകരമാണ് അവിടെ ആഞ്ഞടിച്ച ആ LDF വിരുദ്ധ തരംഗം, CPM വിരുദ്ധ തരംഗം. ഡിസംബർ മുതൽ മെയ് വരെ. അപ്പോൾ ഈ ഗോപകുമാർ ശ്രമിച്ചിട്ട് പോലും
ഗോപകുമാറിന് ഒരു കാര്യം വ്യക്തമല്ലേ, പാർട്ടിക്കല്ല ആ വോട്ട് കിട്ടിയത്, ഗോപകുമാറിനാണ് ആ വോട്ട് കിട്ടിയതെന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുന്നു. ഒരു കാര്യം കൂടിയുണ്ട്. LDFന്റെ ഇത്തവണത്തെ നഗരസഭ ഇലക്ഷൻ നടക്കുമ്പോൾ, തദ്ദേശ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതായത് ഇത്തവണയും 45 വർഷത്തേതും പോലെ ഈ 46ാം വർഷവും തിരുവനന്തപുരം നഗരസഭ LDF തന്നെ തൂത്തുവാരും. അങ്ങനെ വരുമ്പോൾ ഗോപകുമാർ ആയിരിക്കും അടുത്ത മേയർ. അങ്ങനെ ഒരു വാക്കാലൊരു ഒരു ഉറപ്പ് ആ വാർഡിലും നൽകിയിരുന്നു പരക്കെ സംസാരമുണ്ട്. പക്ഷേ ഗോപകുമാറിന് അത് 2000 ചില്ലറ പുരുഷൻ ജയിച്ചു. പക്ഷേ പാർട്ടി തകർന്നു പോയത് വെറുതെ അല്ല, പാർട്ടി തകർന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിൽ ആര്യ രാജേന്ദ്രനും കൂട്ടരും നൽകിയ സംഭാവന ചെറുതുമല്ല. അതോടെ വാർഡിലെ ജനം അങ്ങ് തീരുമാനിച്ചു. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അവിടെ കടുത്ത വിഭാഗീയത നടക്കണം. ഒന്ന്, ശിവൻകുട്ടി തോറ്റതിന് ശേഷം ഈ ശിവൻകുട്ടി പക്ഷം ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നു. നമുക്കറിയാം, വളരെ വലിയ പൊട്ടിത്തെറിയാണ് പാർട്ടിക്കുള്ളിൽ നടന്നത്. സത്യത്തിൽ ഈ ആര്യ രാജേന്ദ്രൻ, ആനാവൂർ നാഗപ്പനെ പോലെയുള്ള ചില മുതിർന്ന CPM നേതാക്കളുടെ സംഭാവനയാണ്. അവരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, എന്താ പറയുക, ജെൻസി മേയർ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ആൽഫ മേയർ എന്നൊക്കെ പറഞ്ഞ് ഈ ആര്യ രാജേന്ദ്രനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്ന് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ BJPയുടെ അന്നത്തെ കൗൺസിലർ, നമ്മുടെ നെടുങ്കാട് കൗൺസിലർ, നമ്മുടെ കരമന അജിത്ത്, അദ്ദേഹം പറഞ്ഞു ഇതൊരു കുഞ്ഞുവാവയാണ്, ഒന്നും അറിയില്ല, ബാലാരിഷ്ടത മാറിയിട്ടില്ല, ഈ കുഞ്ഞുവാവ നഗരസഭയെ നശിപ്പിക്കും, തിരുവനന്തപുരം നഗരത്തെ നശിപ്പിക്കും എന്ന മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അദ്ദേഹം ഈ മേയർക്കെതിരെ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ആയിട്ട് രംഗത്ത് വന്നതല്ല, ഈ മേയറുടെ പരിചയക്കുറവും പക്വതക്കുറവും പെരുമാറ്റത്തിലെ വൈരുദ്ധ്യങ്ങളും ഒക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു. കേവലം 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ കുഞ്ഞുവാവ എന്നുള്ള പ്രയോഗവുമായിട്ട് രംഗത്ത് വന്നത്. അന്നത് വലിയ എതിർപ്പിന് ഇടയാക്കി. കരമനാജിത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. പക്ഷേ പോകെ പോകെ CPMന് തന്നെ മനസ്സിലായി കരമനാജിത്ത് പറഞ്ഞത് 100% ശരിയാണ് എന്ന്. ഇപ്പോൾ അത് അടിവരയിട്ട് വളരെ കൃത്യമായിട്ട് ഗോപകുമാറും പറയുകയാണ്. കാരണം ഗോപകുമാറിനെ അവിടെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഒരു മുതിർന്ന അംഗത്തെയാണ് ഈ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ കസേര എടുത്തടിച്ചത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി പാർട്ടിയെ കൂടുതൽ നാറ്റിക്കുന്നില്ല. നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല ഇത് വാസ്തവത്തിൽ. പക്ഷേ എന്ത് ചെയ്യാം, ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്കത് വാർത്തയാണ്, ആ വാർത്ത നമുക്ക് വിശകലനം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി നടന്നേക്കാം. തീരെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഗോപകുമാർ രാജിഭീഷണി മുഴക്കിയത്. പാർട്ടിയിലെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടായിസം, അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഗോപകുമാറും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും പറയുന്നത്. മാത്രമല്ല, ഗോപകുമാർ രാജിഭീഷണി മുഴക്കിയിട്ട് പറഞ്ഞത് ഞാനിവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പാണ് CPMന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല അവിടെ. ഉറപ്പായിട്ടും വലിയ തോൽവി. ഒരു പക്ഷേ അവിടെ സ്വതന്ത്രനായ ഗോപകുമാറിനും BJPക്കും കോൺഗ്രസിനും ഒക്കെ പുറകിൽ 4ാം സ്ഥാനത്തേക്ക് പാർട്ടി പോയെന്ന് വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ജയിക്കേണ്ട BJPയുടെ ആവശ്യമാണ്. ഇവിടെ മുകളിൽ ഗോപകുമാർ ജയിക്കണമെന്നല്ല, ഗോപകുമാർ നിന്നാലും അവിടെ ആ മണ്ഡലം പിടിക്കുക എന്നുള്ളത്, ആ വാർഡ് പിടിക്കുക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. കാരണം 1:1 അതിൽ നിൽക്കുക. അല്ലല്ല, തീർച്ചയായിട്ടും BJPക്ക് ഒരു സംശയവും വേണ്ട. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം ഈ ബാക്കിയുള്ള 50 വാർഡുകളിൽ ഏത് വാർഡ്, അതായത് 50 വാർഡിൽ ഒരു വാർഡ് സ്വതന്ത്രനാണ്. ഇപ്പോൾ ആ സ്വതന്ത്രൻ്റെ കൂടെ പിന്തുണ BJPക്ക് കിട്ടിയിട്ടുണ്ട്. പൗണ്ടുകടവ് വാർഡിലെ സുധീഷിൻ്റെ പിന്തുണ കൂടെ വരുമ്പോൾ ഈ 51 എന്നുള്ളത് 52 ആകും. ഇപ്പം സംഗതി സുഗതൻ്റെ അവധി അപേക്ഷയിൽ പിന്തുണച്ചു എന്നൊക്കെ പറയുന്നെങ്കിലും ആത്യന്തികമായിട്ട് സുധീഷ് പ്രധാനപ്പെട്ട അജണ്ടകൾ വരുമ്പോൾ തീർച്ചയായിട്ടും കൗൺസിലിനെ, ഭരണസമിതിയെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഒരു വാർഡ് കൂടെ കുറഞ്ഞാൽ, ഒരാളെ കൂടെ BJPക്ക് കിട്ടിയാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ BJP ആരെയും തലയും മുറുക്കി മുടവൻ മുകളിൽ ഇറങ്ങി പ്രവർത്തിക്കും. വിജയിക്കാൻ വേണ്ടുന്ന എല്ലാ പരിശ്രമവും നടത്തും. രാജേഷ് തന്നെ നേരിട്ട് അവിടെ പട നയിക്കും. ഇന്നത്തെ നിലയ്ക്ക്
രാജേഷ് കളത്തിലിറങ്ങി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയാൽ ജനം ഒന്നടങ്കം BJPക്ക് വോട്ട് കുത്തുമെന്ന് തീർച്ചയായും. കഴിഞ്ഞ ടൈമിൽ രാജേഷ് അവിടെ തൊട്ടിപ്പുറത്ത് പൂജപ്പുരയിൽ മത്സരിച്ചു. രാജേഷിന്റെ അടുത്ത വാർഡാണ്. അല്ല, പരമ്പരാഗതമായിട്ട് മുടവൻ മുകൾ ഒരു ഇടതുപക്ഷ വാർഡാണ്. ഇടതുപക്ഷത്തിന് അവിടെ വലിയ മേൽക്കോയ്മയുണ്ട്. ആ പ്രദേശം അങ്ങനെയാണ്. പക്ഷേ അവിടെ BJP മോശമൊന്നുമല്ല. BJPക്കും വളരെ പണ്ട് മുതലേ RSSന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. BJPക്ക് വർക്കുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് അതിനേക്കാളെല്ലാം മുകളിൽ ഞാൻ കാണുന്ന കാര്യം VV രാജേഷിൻ്റെ നേതൃത്വത്തിൽ, ആശാനാഥിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ BJP തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയാൽ, പ്രചാരണം നടത്തിയാൽ തീർച്ചയായിട്ടും BJP അവിടെ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. ഞാൻ BJP ജയിക്കും, CPM തോക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ BJP അവിടെ ഉയർത്തുന്ന വെല്ലുവിളി സമാനതകളില്ലാത്തതായിരിക്കും. അത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അതിൻ്റെ അപകടം എത്രത്തോളം വലുതാണെന്ന്, കാരണം പാർട്ടി വോട്ട് സ്പ്ലിറ്റ് ആവും. ജനകീയ അടിത്തറയുള്ള ഗോപകുമാർ നല്ല രീതിയിൽ വോട്ട് പിടിക്കും. ഗോപകുമാർ ജയിക്കാനുള്ളൊരു സാധ്യതയും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ പാർട്ടി അവിടെ തകർന്ന് തരിപ്പണമാകുകയും BJP അവിടെ വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്യും. ഭാവിയിൽ മറ്റൊരപകടം കൂടി അതിനകത്ത് പാർട്ടി കാണുന്നുണ്ട്. പാർട്ടി മാത്രമല്ല, ഈ ഒരു കാര്യത്തെ സ്വതന്ത്രമായി വിശകലനം ചെയ്യുന്ന ആർക്കും അത് മനസ്സിലാവും. കാരണം ഒരു കൗൺസിലർ ജയിച്ച് വന്നു, സ്വതന്ത്രനായിട്ട് വിമതനായിട്ട് ജയിച്ചു വന്നു. ആ കൗൺസിലർക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും CPM പോലൊരു പാർട്ടിയുടെ അടുത്ത്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ ആ കൗൺസിലറെ അവരെ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്ത് വില കൊടുത്തും ആ കൗൺസിലറെ പരമാവധി ബുദ്ധിമുട്ടിക്കും, ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കും. നമുക്കറിയാം പാർട്ടി വിട്ടു പോയവരുടെ അവസ്ഥ എന്താണെന്ന്, TP ചന്ദ്രശേഖരനെ പോലെയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കണ്ണൂരിൽ, പാർട്ടിയുടെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന കണ്ണൂരിൽ, കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും, ഈ രണ്ടുപേരും പാർട്ടി വിട്ടു പോയിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയല്ല ചെയ്തത്, UDF സ്വതന്ത്രരായിട്ട് മത്സരിച്ചു എന്നുള്ളതാണ്. UDFൻ്റെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടാണ് അവരവിടെ മത്സരിച്ചതും വിജയിച്ചതും. ഇന്നവർക്ക് UDF എന്ന മുന്നണിയുടെ പിന്തുണയും സംരക്ഷണവും ഉണ്ട്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയിൽ G സുധാകരൻ മത്സരിച്ചതും UDF പിന്തുണയിലാണ്. അദ്ദേഹം ഇന്ന് UDF എന്ന മുന്നണിയുടെ സംരക്ഷണയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി വിട്ട് പോയി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരാളിന് ഏതെങ്കിലും ഒരു പാർട്ടിയിലോ മുന്നണിയിലോ ചേരേണ്ടി വരും. സ്വതന്ത്രനായിട്ട് തന്നെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പാറ്റൂർ രാധാകൃഷ്ണൻ കണ്ണമൂല വാർഡിൽ നിന്ന് ജയിച്ച സ്വതന്ത്രനാണ്. വാസ്തവത്തിൽ CPM വിമതനാണ്. CPM വിമതനായിട്ട് മത്സരിച്ച് CPMനെ തറപറ്റിച്ച് ജയിച്ചു വന്നയാളാണ്. ആ രാധാകൃഷ്ണൻ ഇന്ന് BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്കൊപ്പമാണ്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. എന്തുകൊണ്ടാണ്? രാധാകൃഷ്ണന് അറിയാം, ഒറ്റയ്ക്ക് നിന്നാൽ ഈ പാർട്ടി വെച്ചയ്ക്കില്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള വിധത്തിൽ തീർത്ത് കളയും എന്നെല്ലാവർക്കും അറിയാം. കാരണം CPMൻ്റെ സ്ഥിരം ശൈലിയാണ്, അവരുടെ പാരമ്പര്യം തന്നെ അതാണ്, കുലംകുത്തികളെ ഇല്ലാതാക്കുക. അത് അവർ ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച സുധീഷ് അവിടെ ജയിച്ചതിന് കൃത്യമായ ഒരു മതപരമായ ഒരു വിഷയം അതിനകത്തുണ്ട്. ആ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി സുധീഷിന് അറിയാം കോൺഗ്രസിനോടൊപ്പം ഇനി നിൽക്കുന്നത് ഭൂഷണമല്ല, അത് ഒരു തരത്തിലും തനിക്ക് ഗുണം ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ അദ്ദേഹം BJPയെയും സുഗതനെയും പിന്തുണച്ച് രംഗത്ത് വന്നത്. ഇവിടെ മുടവൻ മുകളിൽ വിമതനായി സ്വതന്ത്രനായി മത്സരിച്ചാൽ, ഗോപകുമാർ അങ്ങനെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ആ ഗോപകുമാറും വിജയിച്ചു വന്നാൽ പാർട്ടിയെ തള്ളിക്കളഞ്ഞിട്ട് ഈ BJPക്ക് ഒപ്പം നിൽക്കുമോ എന്ന ഒരു വലിയ ഭയം പാർട്ടിയെ പിടികൂടിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ നിരീക്ഷകർക്കും നന്നായിട്ടറിയാം, ഗോപകുമാറിനും അറിയാം. ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാകും. അത് എപ്പോഴും ഒരു മുന്നണിയുടെ സംരക്ഷണയിൽ നിന്നാൽ അതിന് കുറേ കൂടി ബലം കിട്ടും എന്നുള്ള കാര്യം അറിയാം. BJP ആണെങ്കിൽ തന്ത്രപൂർവം ഗോപകുമാറിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുകയും ചെയ്യും. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യമാണിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ളത്. എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഇത് വലിയ കാര്യമായി ചർച്ച ചെയ്തിട്ടില്ല. അവിടുത്തെ വിഭാഗീയതയൊക്കെ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ വിഭാഗീയതയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന
അപകടം, CPM-നെ ബാധിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അവരാരും കാര്യമായി മിണ്ടുന്നില്ല. കാരണം BJPക്ക് ഒരു സീറ്റ് കൂടെ കൂടുതൽ കിട്ടുമല്ലോ, അത് വേണ്ട എന്തായാലും എന്ന്, നമ്മളെക്കൊണ്ട് അതിലേക്ക് സംഭാവനയൊന്നും ചെയ്യിക്കേണ്ട എന്നായിരിക്കും പൊതുവെ അവരുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മുടവൻമുകൾ എന്ന വാർഡിൽ വലിയ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. അത് CPM-ൻ്റെ വിഭാഗീയതയുടെ ഏറ്റവും പുതിയ പോർമുഖമാണ്. അവിടെ സംഭവിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്നതാണ്. ഗോപകുമാർ നിർണായക തീരുമാനമെടുത്ത് രാജിവെച്ച് പുറത്തു പോയാൽ, സ്വതന്ത്രനായി വിമതനായി മത്സരിച്ചാൽ, അത് CPM-നെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അവരുടെ വാട്ടർലൂ ആകും എന്ന് തീർച്ചയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയങ്ങളും ഇല്ല. നമുക്ക് തിരുവനന്തപുരം നഗരസഭയുടെ അതിനുള്ളിലെ രാഷ്ട്രീയം അത് കൂടുതൽ വിശദമായി നോക്കി കാണേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പിന്നാലെ വരാം. എന്തായാലും തിരുവനന്തപുരത്തെ ഈ ഒരു വിഷയം, തിരുവനന്തപുരം നഗരസഭയിൽ ഈ ഒരു വിഷയത്തെ വളരെ തന്ത്രപരമായി തന്നെ BJP നേടുമെന്നതിൽ ഒരു സംശയമില്ല. കാരണം അവർക്ക് വേണ്ടത് നമ്പറുകളാണ്, ഇനിയും ഭൂരിപക്ഷമാണ്. ഇപ്പോൾ തന്നെ സുധീഷായാലും പാറ്റൂർ രാധാകൃഷ്ണനായാലും ഒക്കെ ഇപ്പോൾ BJPക്കൊപ്പം ഒരു മുൻവിധികളുമില്ലാതെ ഒപ്പം നിൽപ്പുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അത് പോരാ, കാരണം ഭൂരിപക്ഷം ഇനിയും വേണം എന്നൊരു നിലപാട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. മിക്കവാറും തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ബൈ ഇലക്ഷൻ, ഒരു മുടവൻമുൾ വാർഡിൽ ബൈ ഇലക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും മത്സരം, കടുത്തൊരു മത്സരമാകും നമ്മൾ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.